നമസ്കാരം. ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. യമനി പൗരൻ തലാൽ അബ്ദുൽ മഹദിയുടെ കൊലപാതക കേസിൽ സനയിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിംഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയെന്ന് ഗാന്ധപുരം അബൂബക്കർ മുസ്ലിയാർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഗാന്ധപുരത്തിന്റെ അറിയിപ്പ് പ്രതീക്ഷാവാഹമാണെങ്കിലും തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മെഹദി വധശിക്ഷ റദ്ദാക്കുന്നതിനെതിരെ ശക്തമായി രംഗത്തു വന്നിരുന്നു. ശിക്ഷ നടപ്പാക്കുന്നത് തടഞ്ഞതിനർത്ഥം വിധി റദ്ദാക്കി എന്നതല്ല എന്ന് തലാലിന്റെ സഹോദരന്റെ പുതിയ കുറിപ്പിലാണ് വീണ്ടും ആശങ്കയ്ക്ക് ഇടയാക്കിയത്. ശിക്ഷ നടപ്പാക്കുന്നത് തടഞ്ഞാണ് അസാധാരണമല്ല. ഇത്ര കോലാഹലം ഉണ്ടാക്കാൻ പോന്നത്ര വലിയ അത്ഭുതവുമില്ല. സമാനമായ കേസുകളിൽ പലപ്പോഴും സംഭവിക്കാറുള്ള സ്വാഭാവിക നടപടി മാത്രമാണ്. നിയമത്തെക്കുറിച്ച് അല്പമെങ്കിലും ബോധമുള്ള ആർക്കും ഇത് നന്നായി അറിയാം. അബ്ദുൽ ഫത്താഹ് മെഹദി കുറിച്ചു. സെക്ഷൻ കോടതിക്ക് നിശ്ചിത കാലയളവിലേക്ക് വിധി നടപ്പാക്കുന്നത് മാറ്റിവെക്കാൻ അധികാരമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ ഞങ്ങളുടെ ഉണങ്ങാത്ത മുറിവുകളിൽ പടയുയർത്തിയ വ്യാജ വിജയത്തിനായി നിങ്ങൾ പ്രാർത്ഥിക്കരുത്. സത്യം പരാജയപ്പെടുകയില്ല. ശിക്ഷ നടപ്പാക്കാനുള്ള പുതിയ തീയതി ഉടൻ വരും, മെഹദി പറയുന്നു. വധശിക്ഷ തടഞ്ഞതിനു പിന്നാലെ ശിക്ഷ ഉടൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് തലാൽ കുടുംബം രംഗത്തെത്തിയതായി റിപ്പോർട്ടുണ്ടായിരുന്നു. ശിക്ഷ നടപ്പാക്കാൻ പുതിയ തീയതി നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം അറ്റോർണി ജനറലിന് കത്ത് നൽകിയെന്നായിരുന്നു റിപ്പോർട്ട്. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് തെറ്റായ വിവരങ്ങൾ പങ്കിടരുത് എന്ന് ഭർത്താവ് ടോമി തോമസും പ്രതികരിച്ചിരുന്നു. മോചനത്തിന് ഇത് തടസ്സമാകുമെന്നാണ് കുടുംബത്തിന്റെ നിലപാട്. നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ടെന്നും അവയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. യമനിലെ കൊലപാതക കേസിൽ വധശിക്ഷ നേരിടുന്ന ഇന്ത്യൻ പൗരനായ നിംഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന റിപ്പോർട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവ തെറ്റാണ്. വൈകാരിക പ്രാധാന്യമുള്ള ഈ വിഷയത്തിൽ തെറ്റായ വിവരങ്ങളൊന്നും ഊഹാപോഹങ്ങളും ഒഴിവാക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു, കേന്ദ്ര സർക്കാർ പറഞ്ഞു. യമന്റെ തലസ്ഥാനമായ സനായിൽ നടന്ന ഉന്നതതല യോഗത്തിൽ നിംഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനം ഉണ്ടായതായി ഗാന്ധപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം നടന്നത്.